നമ്മുടെ ശരീരം ഒരു വലിയ ഫാക്ടറിയാണെന്ന് വിചാരിക്കുക. ഈ ഫാക്ടറിയിൽ ഏകദേശം 37 ട്രില്യൺ സെൽസ് ഓർ കോശങ്ങളുണ്ട്. ഈ ഓരോ കോശങ്ങൾക്കും പ്രോപ്പർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. ഈ ഇൻസ്ട്രക്ഷൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത്. ഉദാഹരണത്തിന്, നമ്മുടെ ഹൃദയം എപ്പോൾ മിടിക്കണം, നമുക്ക് എപ്പോൾ ദഹനം നടക്കണം, നമ്മൾ രാത്രി ഏത് സമയത്ത് ഉറങ്ങണം, നമുക്ക് സ്ട്രെസ് വരേണ്ട ആവശ്യമുണ്ടോ, പേടി തോന്നാതെ സമാധാനമായിട്ടിരിക്കണോ എന്നുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് നമ്മുടെ ശരീരമാണ്. എന്തിനേറെ നമ്മുടെ ശരീരത്തിലെ വെയിറ്റ് കൂട്ടണോ, വെയിറ്റ് കുറയ്ക്കണോ, മെറ്റബോളിസം എങ്ങനെയായിരിക്കണം, അങ്ങനെയുള്ള ഇനി സന്തോഷിക്കണമെങ്കിലും നമുക്ക് ഈ ഇൻസ്ട്രക്ഷൻസിൻ്റെ ആവശ്യമുണ്ട്, സങ്കടപ്പെട്ടിരിക്കണമെങ്കിലും ഈ ഇൻസ്ട്രക്ഷൻസിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു മെസ്സഞ്ചർ അല്ലെങ്കിൽ ഒരുപാട് മെസ്സഞ്ചേഴ്സ് നമ്മുടെ ശരീരത്തിലുണ്ട്. ഈ മെസ്സഞ്ചേഴ്സിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഹോർമോൺസ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഹോർമോൺസിനെ കുറിച്ച് നോക്കാം. എന്താണ് ഹോർമോൺസ്, ഏതൊക്കെയാണ് പ്രധാന തരത്തിലുള്ള ഹോർമോൺസ്, എന്തിന് നമുക്ക് ഈ ഹോർമോൺസ് വേണം, ഹോർമോൺസ് ഡെഫിസിറ്റ് ആവോ, ഹോർമോൺസ് നശിച്ചു പോവോ, ഹോർമോൺസിന് മരണം സംഭവിക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ. ഹോർമോണുകൾ ഇല്ലെങ്കിൽ നമ്മുടെ ശരീരം അധ്യാപകരൊന്നുമില്ലാത്ത ഒരു സ്കൂള് പോലെ ആയിപ്പോവും, അല്ലെങ്കിൽ യാതൊരു ട്രാഫിക് കൺട്രോളും ഇല്ലാത്ത, ട്രാഫിക് ലൈറ്റ്സ് ഒന്നും വർക്ക് ചെയ്യാത്ത ഒരു റോഡ് പോലെ ആയിപ്പോവും നമ്മുടെ ശരീരം. അപ്പോൾ ഹോർമോൺസ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണല്ലേ. നോക്കിയാലോ, എന്താണ് ഹോർമോൺ? നമ്മുടെ ശരീരത്തിലെ എൻഡോക്രിൻ ഗ്രന്ഥി നിർമ്മിക്കുന്ന രാസസന്ദേശവാഹകർ അല്ലെങ്കിൽ ഒരു കെമിക്കൽ മെസ്സഞ്ചർ ആയിട്ടാണ് നമുക്ക് ഹോർമോണുകളെ നിർവചിക്കാൻ പറ്റുന്നത്. ഇത് നേരിട്ട് രക്തത്തിലൂടെ സഞ്ചരിച്ച് ഓരോ കോശങ്ങൾക്കും ഓരോ അവയവങ്ങൾക്കും വേണ്ടത്ത മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു. അപ്പൊ സിമ്പിളായിട്ട് പറഞ്ഞാല് നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിലെ വാട്സപ്പ് മെസ്സേജറൊക്കെ പോലെ ഉള്ള സന്ദേശവാഹകരാണ്. അതായത് മെസ്സേജസ് പലയിടത്തും എത്തിച്ചു കൊടുക്കുക, എത്തേണ്ടടുത്ത് വളരെ പെട്ടെന്ന് മില്ലി സെക്കൻഡ്സിന്റെ വേഗതയിൽ എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന സന്ദേശവാഹകരാണ് ഹോർമോൺസ്. എന്തുകൊണ്ടാണ് ഈ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് എന്ന് വിളിക്കുന്നത് ഹോർമോണുകളെ? എന്തുകൊണ്ടെന്നാൽ രാസവസ്തുക്കളാൽ നിർമ്മിക്കപ്പെട്ടവയാണ് നമ്മുടെ ഹോർമോൺസ്. അതുകൊണ്ടാണ് ഹോർമോൺസിനെ നമ്മൾ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ മെസ്സഞ്ചേഴ്സ് രക്തത്തിലൂടെ നേരിട്ട് സഞ്ചരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രവർത്തനം തുടങ്ങാൻ കുറച്ച് സമയമെടുക്കും. എന്നാൽ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാലോ ഇത് കുറേ സമയം നീണ്ടു നിൽക്കും. വളരെ ഡീപ്പ് ലെവൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ് ഹോർമോൺസ്. എന്താണ് അതിന് കാരണം? അത് രക്തത്തിൽ കൂടെയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ് ഈ ലോങ് ഇമ്പാക്റ്റിനുള്ള കാരണം. നമ്മുടെ ശരീരം നിയന്ത്രിക്കുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റവും അതുപോലെ തന്നെ ഈ എൻഡോക്രിൻ സിസ്റ്റവും കൂടിയാണ്. ഈ ഓൾ ഹോർമോൺസിന്റെ ടുഗദർ നമുക്ക് എൻഡോക്രിൻ സിസ്റ്റം എന്ന് വിളിക്കാം. കാരണം എൻഡോക്രിൻ ഗ്രന്ഥിയിൽ നിന്നിട്ടാണ് ഇത് ഉത്ഭവിക്കുന്നത് അല്ലേ. അപ്പൊ നെർവസ് സിസ്റ്റം എന്താണ് എന്നുള്ളത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഇത്രയും മനസ്സിലാക്കുക. നെർവസ് സിസ്റ്റത്തിന്റെയും അതുപോലെ തന്നെ ഈ എൻഡോക്രിൻ സിസ്റ്റം അല്ലെങ്കിൽ ഈ ഹോർമോണൽ സിസ്റ്റത്തിന്റെയും വളരെ യുണൈറ്റഡ് ആയിട്ടുള്ള ഒരു പ്രവർത്തനം കൊണ്ടാണ് നമ്മുടെ ലൈഫ് സുഗമമായി പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലേ, നമ്മുടെ ശരീരത്തിലെ എൻഡോക്രിൻ സിസ്റ്റം എന്ന് പറയുന്നത് എല്ലാ ഹോർമോൺസിന്റെയും ഉൽപാദന കേന്ദ്രങ്ങളും ഈ ഹോർമോൺസും എല്ലാം ചേർന്നിട്ടുള്ള ഒരു കൺസോളിഡേറ്റഡ് ഫോമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഗ്രന്ഥികൾ വ്യത്യസ്ത തരത്തിലുള്ള ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മുടെ ബ്രെയിനിലെ ഹൈപ്പോതലാമസ് ആണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സുപ്രീം ലെവൽ നിയന്ത്രണ കേന്ദ്രമാണ് നമ്മുടെ ഹൈപ്പോതലാമസ്. ഈ ഹൈപ്പോതലാമസിലാണ് നമ്മുടെ നെർവസ് സിസ്റ്റത്തെയും ഈ ഹോർമോണൽ സിസ്റ്റത്തെയും എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്യിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തേത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ ഒരു മാസ്റ്റർ ഗ്രന്ഥി എന്നൊക്കെ പറയാം. നമ്മൾ പറയില്ലേ, നമ്മുടെ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം എന്നൊക്കെ പറയുന്നത് പോലെ മാസ്റ്റർ ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. ഈ ഗ്രന്ഥിയാണ് മറ്റു പല ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്നത്. ഇനി മൂന്നാമത്തേത്
തൈറോയ്ഡ് ഗ്രന്ഥി. എന്താണ് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം? നമ്മുടെ ശരീരത്തിലെ ഊർജ ഉപഭോഗത്തെ നിയന്ത്രിക്കുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. നമ്മൾ മെറ്റബോളിസം എന്ന് പറയില്ലേ, അതായത് എത്ര വേഗത്തിൽ മെറ്റബോളിസം നടക്കുന്നുവോ അത്ര വേഗത്തിൽ നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരുന്ന ഊർജ്ജം ബേൺ ചെയ്യപ്പെടുമെന്നാണ് പറയുന്നത്. ഈ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ കാരണമാണ് മെറ്റബോളിസത്തിലും നമുക്ക് ഏറ്റക്കുറച്ചിലാണ് ഉണ്ടാകുന്നത്. ചില ആൾക്കാരുണ്ട്, ഒരുപാട് ഭക്ഷണം കഴിച്ച് എത്രയൊക്കെ വെയിറ്റ് ഇൻക്രീസ് ചെയ്യാൻ ശ്രമിച്ചാലും വളരെ സ്കെൽറ്റ് ആയിട്ടായിട്ട് ഉണ്ടാവുക. അവർക്ക് ഒട്ടും വെയിറ്റ് ഗെയിൻ ചെയ്യില്ല. അതിന് കാരണം അമിത അളവിൽ ഉണ്ടാകുന്ന മെറ്റബോളിസമാണ് ഈ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്നും. അതുപോലെ തന്നെ പല ആൾക്കാരെയും നമുക്ക് കാണാൻ പറ്റും, വളരെ കുറച്ച് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടാവുള്ളൂ, പക്ഷെ പെട്ടെന്ന് തന്നെ വെയിറ്റ് ഗെയിൻ ചെയ്യുമെന്നുള്ളത്. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഈ മെറ്റബോളിസം വളരെയധികം കുറയുന്നത് കൊണ്ടാണ്. മെറ്റബോളിസം വളരെ ബാലൻസിങ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഒരു ഐഡിയൽ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മെറ്റബോളിസത്തിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. ഇനി നമ്മളെ എപ്പോഴും കുഴപ്പത്തിലാക്കുന്ന നമ്മുടെ സമ്മർദ്ദ ഹോർമോണുകളെ, നമ്മുടെ സ്ട്രെസ് ഹോർമോണുകളെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥി എന്തെന്ന് പറയും? അഡ്രിനൽ ഗ്രന്ഥി എന്നാണ് പറയുന്നത്. ഇനി പാൻക്രിയാസ് ഗ്രന്ഥി. നമ്മുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നത് പാൻക്രിയാസ് ഗ്രന്ഥിയാണ്. ഓവറീസ് അല്ലേ സ്ത്രീകൾക്ക്, അവിടെ സ്ത്രീ ഹോർമോണുകൾ നിർമ്മിക്കപ്പെടുന്നു. അതുപോലെ തന്നെ പുരുഷന്മാരിൽ ടെസ്റ്റിസ്, പുരുഷ ഹോർമോണുകൾ നിർമ്മിക്കപ്പെടുന്നു. ചിലപ്പോൾ ഉറക്കം നഷ്ടപ്പെടുന്നത് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണല്ലേ. ഉറക്കം തന്നെ ലഭിക്കാത്ത ഒരു പീരീഡ് ഓഫ് ടൈം എല്ലാവർക്കും ഉണ്ടായിരിക്കും. ഇനി അമിതമായിട്ട് ഉറക്കം ഉണ്ടാകുന്ന ഒരു ടൈമും എല്ലാവർക്കും ഉണ്ടായിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് ഉറക്കത്തിന്റെ ഹോർമോൺ ആയിട്ടുള്ള മെലറ്റോണിൻ നിർമ്മിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? അത് പൈനിയൽ ഗ്രന്ഥിയിലാണ്. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട ഗ്രന്ഥികൾ ഏതൊക്കെയാണ്, ഏതൊക്കെ തരത്തിലുള്ള ഹോർമോൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് നമ്മൾ നോക്കി. ഇനി ഈ ഹോർമോൺസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കിയാലോ. ഒരു ഉദാഹരണം നോക്കാം. അതായത് നമ്മൾ അബദ്ധത്തിൽ പൊള്ളുന്ന ഒരിടത്ത് നമ്മൾ തൊട്ടുപോയി എന്ന് വിചാരിക്കുക. മിന്നൽ വേഗത്തിൽ നമ്മുടെ നെർവസ് സിസ്റ്റം നമ്മുടെ തലച്ചോറിനെ ഇത് അറിയിക്കുന്നു. ഉടനെ തന്നെ നമ്മുടെ ഹോർമോണുകൾ പ്രവർത്തനം ആരംഭിക്കും. അപ്പോൾ നമ്മുടെ ഹൃദയമിടിപ്പ് കൂടുന്നു, നമുക്ക് ചിലപ്പോൾ നമ്മൾ വിയർക്കാൻ തുടങ്ങുന്നു, പിന്നെ നമ്മുടെ ബോഡി പെട്ടെന്ന് സജ്ജമാകുന്നു. നമ്മളെ അതിനെതിരെ നമുക്ക് എന്ത് ചെയ്ത് റെസിസ്റ്റ് ചെയ്യാം എന്നുള്ളതിലേക്ക് നമ്മൾ എത്തുന്നു. അതിനുള്ള ഊർജ്ജം നമുക്ക് കൈവരുന്നു. ഇതെല്ലാം മിന്നൽ വേഗത്തിലാണ് നടക്കുന്നത് അല്ലെ, മില്ലി സെക്കൻഡ്സിന്റെ വേഗത്തിൽ നടക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഹോർമോൺസിന്റെ പ്രവർത്തനം നടക്കുന്നത്. ഇത് ഈ ചൂടിൽ തൊട്ട് നമ്മുടെ കൈ പൊള്ളിയതുമാണ് പറഞ്ഞത്. ഇതുപോലെയാണ് എല്ലാം. നമുക്ക് പേടി ഉണ്ടാവുന്നത്, നമുക്ക് സ്ട്രെസ് ഉണ്ടാവുന്നത്, നമ്മുടെ ഉറക്കത്തെ ബാധിക്കുന്നത്, നമ്മുടെ ഡൈജഷനിൽ മാറ്റം വരുന്നത് എല്ലാം. ഇനി ഈ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺസ് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ടുള്ള സെൽസിനെ കണ്ടെത്തുന്നത്, ശരിയായ കോശങ്ങളെ കണ്ടെത്തുന്നത്? അതായത് ഈ ഹോർമോൺസിനെല്ലാം ഒരു റിസപ്റ്റർ ഉണ്ടായിരിക്കും. ഈ റിസപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ പാസ്വേഡോ അല്ലെങ്കിൽ ഒരു ലോക്കിൻ്റെ കീയോ ഒക്കെ പോലെയുള്ള ഒരു സിസ്റ്റമാണ്. അപ്പോൾ ശരിയായ റിസപ്റ്റർ ഉണ്ടെങ്കിൽ ഈ ശരിയായ സെൽസിലേക്ക് ഇത് എത്തുകയുള്ളൂ. അപ്പോൾ ഈ റിസപ്റ്റർ എന്നുള്ളത് നമുക്കൊരു പാസ്വേഡ് പോലെ, ഒരു പാസ്വേഡ് എങ്ങനെ വർക്ക് ചെയ്യും അൺലോക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു കീ എങ്ങനെ ഒരു ലോക്കിനെ അൺലോക്ക് ചെയ്യുന്നു എന്നതുപോലെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ റിസപ്റ്ററിന്റെ ബേസിസിലാണ് ഹോർമോൺസ് ശരിയായിട്ടുള്ള സെൽസിലേക്ക് എത്തിച്ചേരുന്നത്. പ്രധാനപ്പെട്ട ഹോർമോണുകൾ ഏതൊക്കെയാണ്? നമ്മുടെ ചൈൽഡ്ഹുഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗ്രോത്ത് ഹോർമോണിനെ പറ്റി പറയാം. അതായത് കുട്ടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ഗ്രോത്ത് ഹോർമോൺ. അതുപോലെ തന്നെ നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും സ്ട്രെങ്ത്തിനും വളർച്ചയ്ക്കും ഒക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആവുന്നത് ഗ്രോത്ത് ഹോർമോണാണ്. ഇനി രണ്ടാമത്തേത് ഇൻസുലിൻ. രക്തത്തിലെ പഞ്ചസാര കോശങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇൻസുലിൻ ആണ്. ഈ ഇൻസുലിൻ്റെ അളവ് ഒരുപാട് കുറഞ്ഞു പോയാൽ അത് പ്രമേഹം ഉണ്ടാവാൻ, അതായത് ഡയബറ്റീസ് ഉണ്ടാവാനുള്ള ഒരു കാരണമാവുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് നമ്മുടെ സ്ട്രെസ് ഹോർമോൺ ഏതാണെന്ന് നോക്കണ്ടേ. അത് കോർട്ടിസോൾ എന്നാണ് പറയുന്നത്. ഈ കോർട്ടിസോൾ ആണ് വളരെ എമർജൻസി ആയിട്ട് വർക്ക് ചെയ്യാൻ ഇങ്ങനെ സന്നദ്ധമായിട്ടിരിക്കുന്ന ഒരു ഹോർമോൺ എന്ന് പറയുന്നത്. വളരെ തുടർച്ചയായിട്ട് കോർട്ടിസോൺ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്തിനെ അത് ഒരുപാട് ബാധിക്കും. ഇന്ന് നമ്മളിൽ ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ട്രെസ് എന്ന് പറയുന്നത്. ഈ കോർട്ടിസോളിൻ്റെ ഒരു പ്രസൻസ് കൊണ്ടാണ് നമുക്ക് സ്ട്രെസ് അനുഭവപ്പെടുന്നത്. അഡ്രിനാലിനെ പറ്റി കേട്ടിട്ടില്ലേ? നമുക്ക് പെട്ടെന്ന് ഓടാനോ രക്ഷപ്പെടാനോ ഒളിച്ചിരിക്കാനോ ഒക്കെ നമ്മളെ പ്രാപ്തമാക്കുന്ന മറ്റൊരു എമർജൻസി ഹോർമോണാണ് അഡ്രിനൽ എന്ന് പറയുന്നത്. അത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു ഹോർമോണാണ് അഡ്രിനലിൻ. നമുക്ക് അത്യാവശ്യം പ്രിയപ്പെട്ടൊരു വാക്കാണ് അല്ലേ, ഡോപ്പമൈൻ.
നമുക്ക് ഈ ഓരോ റീൽസ് കാണുന്നതും കുറച്ച് നേരം ഫോൺ സ്ക്രോൾ ചെയ്യുന്നത് പോലും ഈ ഡോപ്പമിൻ ഹിറ്റ്സ് തരുന്നത് കൊണ്ടാണ്. ഡോപ്പമിൻ എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ, അത് പ്രത്യേകിച്ച് നമുക്ക് കിട്ടുന്ന അച്ചീവ്മെൻറ്റ്സ്, നമുക്ക് കിട്ടുന്ന റിക്കഗ്നിഷൻ, അതായത് നമുക്ക് ഒരു റിവാർഡായിട്ട് എന്തെങ്കിലും കിട്ടുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് വർക്ക് ചെയ്യുന്ന ഒരു കാര്യം ഡോപ്പമിനാണ്. കുറേ പേര് തെറ്റായിട്ട് ധരിച്ചു വച്ചിരിക്കുന്നത് നമുക്ക് സ്നേഹം കിട്ടുമ്പോൾ, നമ്മൾ അംഗീകരിക്കപ്പെടുമ്പോൾ, നമുക്ക് പ്രിയപ്പെട്ടവരെ ഹഗ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഡോപ്പമിൻ ഇൻക്രീസ് ആണ് ഉണ്ടാകുന്നത്. അതല്ല കേട്ടോ, അത് ഓക്സിടോക്സിൻ ആണ്, അത് പറയാം. അപ്പോൾ ഡോപ്പമിനിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ, ഡോപ്പമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ക്വിക്ക് ഹാപ്പി ഹിറ്റ് എന്നൊക്കെ പറയില്ലേ, അതാണ് കൂടുതലും നമുക്ക് കിട്ടുന്ന ഒരു ഒരു റീഇൻഫോഴ്സ്മെൻറ്റ്, ഒരു സപ്പോർട്ട്, ഒരു റിവാർഡ്, ഒരു അച്ചീവ്മെൻറ്റ്, ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് ഡോപ്പമിൻ്റെ ആ ഒരു ഡോസ് കിട്ടുന്നത് കേട്ടോ. നമ്മുടെ ഒരു സന്തോഷ ഹോർമോൺ എന്ന് പറയാം. ഇത് മാത്രമല്ല, ഡോപ്പമിൻ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ട് കൂടിയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. നമുക്ക് ജോലി ചെയ്യാനും കൂടുതൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും പഠിക്കാനും പ്രവർത്തിക്കാനും പ്രയത്നിക്കാനും ഒക്കെ നമുക്ക് പ്രേരകമായിട്ടുള്ള ഹോർമോൺ ഈ ഡോപ്പമിനാണ്. ബീയിങ് ലൗഡ്, ദാറ്റ് ഇസ് സംതിങ് റിയലി ഗ്രേറ്റ്, റൈറ്റ്? സോ നമ്മൾ സ്നേഹിക്കപ്പെടുക, കൺസിഡർ ചെയ്യപ്പെടുക സ്നേഹം കൊണ്ട്, അതൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ നമ്മൾ ചേർത്ത് പിടിക്കുക, അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം, വിശ്വാസം, സ്നേഹം, നമ്മൾ ഹഗ് ചെയ്യുന്നത്, ചേർന്നിരിക്കുന്നത്, നമ്മുടെ ഒരു ഷോൾഡറിൻ്റെ ഒരു താങ്ങ് കിട്ടുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ലേ, ഇതെല്ലാം നമ്മുടെ ഓക്സിറ്റോസിൻ്റെ പ്രവർത്തന ഫലമായിട്ടുണ്ടാകുന്നതും ഈ പറയുന്ന ആക്ഷൻസ് ഒക്കെ കാരണം ഈ ഓക്സിറ്റോസിൻ ഇൻക്രീസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ ആ ഒരു സന്തോഷത്തിൻ്റെ ഹോർമോണാണ് ഓക്സിറ്റോസിൻ. നമ്മുടെ ഉറക്കത്തിൻ്റെ ഹോർമോണായിട്ടുള്ള മെലറ്റോണിനെ പറ്റി നമ്മൾ നേരത്തെയും പറഞ്ഞല്ലോ അല്ലേ? നമുക്ക് രാത്രിയിൽ നമ്മുടെ ഉറക്കത്തിൻ്റെ സമയം, ഉറക്കത്തിൻ്റെ ആഴം എന്നിവയൊക്കെ ഡിറ്റർമിൻ ചെയ്യാൻ പലപ്പോഴും മെലറ്റോണിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നമ്മുടെ ഈ ഒരു ഏർലി അഡൾട്ട്ഹുഡിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമ്മുടെ ദഹനം, ഉറക്കം, അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ മാനസിക ആരോഗ്യം, മെൻ്റൽ സ്റ്റേറ്റ്, ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ഹോർമോൺ ഉണ്ട്. അറിയാമോ ഏതാണെന്ന്? സെറോട്ടോണിൻ ആണ്. ഈ സെറോട്ടോണിൻ കാരണമാണ് നമ്മുടെ ഈ മൂഡ് സ്വിങ്സും, നമുക്ക് വരുന്ന മെൻ്റൽ സ്റ്റേറ്റിലുള്ള വ്യതിയാനങ്ങളും, ഡൈജഷൻ ഇഷ്യൂസും ഒക്കെ ഉണ്ടാകുന്നത്. ഉറക്കത്തെയും ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നേരത്തെ നമ്മൾ മെൻഷൻ ചെയ്തതുപോലെ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്നുള്ള തൈറോക്സിൻ, അതാണ് നമുക്ക് മെറ്റബോളിസത്തെ കൺട്രോൾ ചെയ്യുന്നത്. പുരുഷന്മാരിലും സ്ത്രീകളിലുമുള്ള സെക്ഷൽ ഇൻസ്റ്റിങ്സിനെ വർദ്ധിപ്പിക്കുന്ന ഹോർമോൺസ് ആണ്. ഇതിൽ ഈസ്ട്രജൻ ആണ് സ്ത്രീകൾക്ക് ഇണയോട് താല്പര്യം തോന്നുന്ന സെൻസേഷൻസ് ഉണ്ടാക്കുന്നത്. പ്രൊജസ്ട്രോൺ നമ്മുടെ പ്രഗ്നൻസി ടൈം പീരീഡ് അല്ലെങ്കിൽ മെൻസ്ട്രൽ സൈക്കിൾസിനെയൊക്കെ നിയന്ത്രിക്കുന്നതാണ് പ്രൊജസ്ട്രോൺ. ടെസ്റ്റോസ്റ്റെറോൺ ആണ് പുരുഷന്മാർക്ക് ഇണയോട് താല്പര്യം വർദ്ധിപ്പിക്കുന്ന സെക്ഷൽ ഇൻസ്റ്റിക്റ്റ് ഉണ്ടാക്കുന്ന ഹോർമോൺ. ചെറിയ അളവിൽ ചിലപ്പോൾ സ്ത്രീകളിലും ഇത് കാണപ്പെടുന്നു. ഈ ഹോർമോണുകളൊക്കെ ജീവനുള്ളവയാണോ? അല്ല, ഹോർമോണുകൾ ജീവനുള്ളവയല്ല. ഇവ രാസതന്മാത്രകളാണ്, അഥവാ കെമിക്കൽ മോളിക്യൂൾസ്. ഹോർമോണുകൾ മരിച്ചു പോകുമോ? ഒരിക്കലുമല്ല. ജോലി കഴിഞ്ഞാൽ, എത്തിക്കേണ്ട സന്ദേശം എത്തിക്കേണ്ടിടത്ത് എത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കരൾ ഇവയെ വിഘടിപ്പിക്കുന്നു. അതിനുശേഷം നമ്മുടെ ശരീരത്തിൽ നിന്നും ഇവ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ആവശ്യാനുസരണം നമ്മുടെ ശരീരം വീണ്ടും പുതിയ ഹോർമോണുകളെ നിർമ്മിക്കുകയും ചെയ്യുന്നു. ഇനി ഹോർമോണിന്റെ ഡെഫിസിറ്റ് ഉണ്ടാകുമോ? ഹോർമോണിന്റെ അപര്യാപ്തത അഥവാ കുറവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമോ? ഉറപ്പായിട്ടും ഉണ്ടാവും. ഒരുപാട് പേർക്ക് ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ ലാക്ക് ഓഫ് ഇനഫ് ഹോർമോൺ പ്രൊഡക്ഷൻ നിന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഹോർമോൺസിന്റെ ഡെഫിഷ്യൻസിയിൽ നിന്നിട്ട് ഉണ്ടാവുന്നതാണ്. ഇതിന് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. ചിലപ്പോൾ ജനിതക കാരണങ്ങളാകാം, ഗ്രന്ഥികൾക്ക് വരുന്ന ഡാമേജസ് ആവാം, രോഗങ്ങളാവാം, ചില പ്രത്യേക മരുന്നുകളുടെ ഉപയോഗം കാരണമാവാം, നമ്മുടെ ആഹാരശൈലിയും പോഷകാഹാരക്കുറവും ആകാം. അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇത്തരത്തിൽ ഹോർമോൺസിന് ഒരു അപര്യാപ്തത ഉണ്ടാകുന്നതിന് ഹോർമോൺ ഡെഫിഷ്യൻസി എന്നാണ് പറയുന്നത്. ഈ ഹോർമോൺ എന്തിനു വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത് ആ ഒരു മേഖലയിൽ കുറവുണ്ടാകും. ഉറക്കത്തിനുള്ള ഹോർമോണാണ് ഇപ്പോൾ കുറഞ്ഞു പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകാം. അല്ലെങ്കിൽ വളർച്ചയുടെ ഹോർമോണിലാണ് ഡെഫിഷ്യൻസി ഉള്ളതെങ്കിൽ വളർച്ചയെ അത് ബാധിക്കാം. അതുപോലെ നമ്മുടെ സന്തോഷത്തെയും സങ്കടങ്ങളെയും നമ്മുടെ ജീവിതത്തിലെ താല്പര്യങ്ങളെയും നമ്മുടെ ദഹനത്തെയും നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസത്തിനെയും എല്ലാത്തിനെയും ബാധിക്കാൻ ഈ ഒരു
കെമിക്കൽ മെസ്സഞ്ചേഴ്സിന് വളരെയധികം സ്വാധീനമുണ്ട്. അപ്പോൾ ഈ ഹോർമോൺസിൻ്റെ അളവ് കൂടിപ്പോയാലും പ്രശ്നങ്ങളാണല്ലേ. അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ, ഉദാഹരണത്തിന് ഇപ്പോൾ കോർട്ടിസോളിൻ്റെ അളവ് കൂടുതലാണെന്ന് വിചാരിക്കുക. നമുക്ക് ദീർഘകാലം കണ്ടിന്യൂസ്ലി സ്ട്രെസ് അനുഭവപ്പെടുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് ചിലപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോയി എത്തിക്കും. തൈറോയിഡിൻ്റെ ഹോർമോൺ കൂടുതലാവുകയാണെങ്കിൽ വെയിറ്റ് വല്ലാതെ ഡിക്രീസ് ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ ഹാർട്ട് ബീറ്റ്സ് ഒരുപാട് ഇൻക്രീസ് ആയിട്ട് കൂടുതൽ നേരം ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഏതൊരു ഹോർമോണും അതിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളും നമ്മുടെ ശരീരത്തെ വളരെയധികം ബാധിക്കുന്നുള്ളത് ഒരു ഫാക്റ്റാണ്. ഈ ന്യൂറോ സയൻസും ഹോർമോണുകളും തമ്മിൽ എന്താണ് ബന്ധം? എല്ലായ്പ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് നമ്മുടെ ബ്രെയിനും ഈ ഹോർമോൺസും എന്ന് പറയുന്നത്. വളരെ ത്വരിതഗതിയിലുള്ള ആശയവിനിമയം എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. നമ്മുടെ സെൻട്രൽ അതോറിറ്റി ഓഫ് കൺട്രോൾ ആയിട്ടുള്ള നമ്മുടെ ഹൈപ്പോതലാമസ് ഫുൾ ടൈം ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്. അതിൻ്റെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്ക് എന്ത് ചെയ്യുന്നു? അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. പിറ്റ്യൂട്ടറി ഗ്രന്ഥി മറ്റുള്ള ഗ്രന്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലെ ഒരു സമതുലിതാവസ്ഥ അല്ലെങ്കിൽ സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ബാലൻസിങ് പോസിബിൾ ആവുന്നത്. സൈക്കോളജിയും ഹോർമോൺസും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഉറപ്പായിട്ടും അവിടെയും ഒരു ഗ്രേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. നമ്മുടെ മാനസികാവസ്ഥയെയും സന്തോഷത്തെയും സങ്കടത്തെയും നമ്മുടെ സ്ട്രെസ് ലെവലിനെയും ആങ്സൈറ്റി ലെവലിനെയും നമ്മുടെ പേഴ്സണാലിറ്റി ഡിസോർഡറിനെയും എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യാനും ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും ഉറപ്പായിട്ടും ഹോർമോൺസിന് പങ്കുണ്ട്. ഉദാഹരണത്തിന് കോർട്ടിസോളിൻ്റെ പ്രൊഡക്ഷൻ കൂടുമ്പോൾ നമുക്ക് ആങ്സൈറ്റി വളരെ ഹൈ ആവും. അതുപോലെ തന്നെ സ്ട്രെസ്സ് വളരെ കണ്ടിന്യൂസ് ആയിട്ട് അനുഭവപ്പെടും. അതുപോലെ തന്നെ കോർട്ടിസോളിൻ്റെ അളവ് കൂടുമ്പോൾ നമുക്ക് ഉറക്കം ഒരുപാട് കൂടും. അളവ് കുറയുമ്പോൾ നമുക്ക് ഉറക്കം ഇല്ലാതെ ആയിത്തീരും. അതുപോലെ തന്നെ ഓക്സിറ്റോസിൻ്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാരണം നമുക്ക് സ്നേഹവും വിശ്വാസവും ഒക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് നല്ല ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രചോദനം തരുന്നത് ഓക്സിറ്റോസിനാണ്. നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഡോപ്പമിൻ നമുക്ക് ആ ഒരു സന്തോഷം തരുന്നു. നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനവും നമുക്കൊരു മോട്ടിവേഷനും ഒക്കെ തരുന്നത് ശരിക്കും ഡോപ്പമിനാണ്. ഇനി നമുക്ക് കുറച്ച് ഫൺ ഫാക്ട്സ് നോക്കിയാലോ. നമ്മുടെ ശരീരത്തിൽ ഏകദേശം 50-ലധികം ഹോർമോണുകളുണ്ട്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു ചെറിയ ആൽമണ്ടിൻ്റെ അത്രയുമുള്ള അമിഗ്ഡലയാണ് നമ്മുടെ തലച്ചോറിലിരുന്ന് നമ്മളെ ഇത്രയും ആങ്ഷ്യസ് ആക്കുന്നതും നമ്മളെ സ്ട്രെസ്സിൽ കൊണ്ടെത്തിക്കുന്നത്, നമ്മളെ OCD ഉണ്ടാക്കുന്നതും ഒക്കെ ചെയ്യുന്നത് ഈ ആൽമണ്ടിൻ്റെ അത്രയുള്ളൊരു കുഞ്ഞി സാധനമാണ് നമ്മുടെ അമിഗ്ഡല, നമ്മുടെ തലച്ചോറിലുള്ളത്. അതുപോലെ ചെറിയൊരു പൈറുവിത്തില്ലേ, അത്രയും വലിപ്പമേ ഉള്ളൂ നമ്മുടെ മാസ്റ്റർ ഗ്രന്ഥിയായിട്ടുള്ള പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്ക്. ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് ഇത്രയും അധികം ഗ്രന്ഥികളെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതും ഒരു രസകരമായിട്ടുള്ളൊരു വസ്തുതയാണ്. രാത്രി നമ്മുടെ ഫോണിൽ നിന്ന് വരുന്ന ആ ഒരു ലൈറ്റ് ബ്ലൂ വെളിച്ചമില്ലേ, അല്ലെങ്കിൽ മറ്റുള്ള ഡിവൈസസിൻ്റെ വെളിച്ചം നമ്മുടെ മെലറ്റോണിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു 10 മിനിറ്റ് ഫോൺ നോക്കി ഒന്ന് കിടക്കാമെന്ന് പറഞ്ഞ് നമ്മൾ പോകുന്നത്. നമ്മൾ അരമണിക്കൂർ 1 മണിക്കൂർ ചിലപ്പോൾ പുലർച്ചെ വരെയൊക്കെ നമ്മൾ ഫോൺ നോക്കി അങ്ങനെ ഇരിക്കുന്നത് ഈ ഫോണിൻ്റെ വെളിച്ചം മെലറ്റോണിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുന്നത് കൊണ്ടാണ്. ഇടയുടെ ഒരു കഥ കേൾക്കുന്നതോ നമ്മൾ ചെറിയൊരു ഷോർട്ട് ഫിലിം കാണുന്നത് പോലും അഡ്രിനാലിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടും. അതുകൊണ്ടാണ് നമുക്ക് ഈ പേടി തോന്നുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഹോർമോൺസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ നിശബ്ദവാഹകരാണ്. ഹോർമോൺസ് ഇല്ലെങ്കിൽ നമ്മളില്ല. നമ്മളെ മുന്നോട്ട് നയിക്കുന്ന, നമ്മളെ കൊണ്ട് നടക്കുന്ന, നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുന്നത് നമുക്ക് ഈ ഹോർമോൺസിൻ്റെ ഫങ്ഷൻസ് കാരണമാണ്. നാം ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും ചിരിക്കുമ്പോഴും കരയുമ്പോഴും പഠിക്കുമ്പോഴും വിജയിക്കുമ്പോഴും തോൽക്കുമ്പോഴും ചതിക്കപ്പെടുമ്പോഴും നമ്മൾ സ്നേഹിക്കപ്പെടുമ്പോഴും ഒക്കെ ഈ ഒരു ഗ്രന്ഥി, നമ്മുടെ ഹോർമോൺസ് ഇതെല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഓരോ നിമിഷങ്ങളിലും നമ്മുടെ ജീവിതത്തിലെ ഓരോ മൈൽ സ്റ്റോണിലും ഈ ഹോർമോൺസുകൾ വളരെയധികം ഊർജത്തോടെ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നു. സയന്റിസ്റ്റുകൾ പറയുന്നത് നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാവണമെങ്കിൽ ആരോഗ്യകരമായിട്ടുള്ള ഹോർമോണുകളുടെ പ്രവർത്തനം വളരെ അത്യന്താപേക്ഷിതമാണ്. ഹോർമോണുകളെ പറ്റി അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള അറിവുകൾ നേടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നെർവസ് സിസ്റ്റത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളുമായി കാണാം. നമസ്കാരം.